പറയൂ, എങ്ങനെ ഫ്ലൈറ്റ് കയറിയിട്ട് ഒന്നും പറയണ്ട. 10 days long മുംബൈ രാജസ്ഥാൻ ട്രിപ്പ് സീരീസ് പാർട്ട് 13. ഓ മൈ ഗോഡ്, ഞങ്ങളുടെ ഈ 10 ദിവസത്തെ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് പോയ ദിവസം ഒന്നായിരുന്നു. സംഭവം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ പ്രകാരമുള്ള അവസാനത്തെ സ്ഥലം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോന്നു. പോരുന്ന വഴിക്കുള്ള ബ്ലോക്ക് കാരണം കുറച്ച് സമയം അവിടെ പോയി. എന്നാലും അവസാനത്തെ ദിവസമല്ലേ, വീട്ടിലേക്കും കൂട്ടുകാർക്കൊക്കെ ആയിട്ടൊന്നും മേടിക്കാതെ പോരാൻ പറ്റിയല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ കണ്ടുവച്ചിരുന്ന ഒരു കടയിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സ് മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ലേശ സമയം പോയി. എന്നാലും ഒട്ടും തന്നെ സമയം കളയാതെ വന്ന് കുളിച്ചൊരുങ്ങി ലഗേജ് എല്ലാം എടുത്ത് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് തിരിച്ചു. ഇവിടെയായിരുന്നു മേജറായിട്ട് ഞങ്ങൾക്ക് പണിപാടിയത്. എയർപോർട്ടിലേക്കുള്ള ട്രാവലിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കാരണം എയർപോർട്ടിൽ ഞങ്ങൾ വരാൻ വേണ്ടി പ്ലാൻ ഇട്ട സമയത്തിനേക്കാളും ലേറ്റ് ആയിപ്പോയി. എന്നാലും പ്രതീക്ഷ വിടാതെ ഞങ്ങൾ എയർപോർട്ടിനുള്ളിലേക്ക് നടന്നു. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്ത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റിലേക്കുള്ള ബാഗേജ് അവർ ഇപ്പോൾ റിസീവ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേക്കാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. പക്ഷെ അധികം നേരെ അത് നീണ്ടു നിന്നില്ല. സിദ്ധാർത്ഥിന്റെ ബാഗ് സക്സസ്ഫുള്ളി ചെക്ക് ഇൻ ചെയ്തു. അതിന്റെ പുറകെ നിന്ന് അലന്റെ ബാഗ് വന്നപ്പോഴേക്കാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ ഫ്ലൈറ്റിലേക്കുള്ള ബാഗേജ് ചെക്ക് ഇൻ അവർ ക്ലോസ് ചെയ്തു. പിന്നെ അവിടെ സംഭവിച്ചതിന്റെ മെനക്കുള്ള വിഷ്വൽ പോലും എൻ്റെ കയ്യിലില്ല. അവിടെ പോയി ആരുടെയൊക്കെ കാൽ പിടിച്ചൊന്നും ഒരു ധാരണയില്ല. അറിയാവുന്ന ഹിന്ദിയും ഇംഗ്ലീഷും വെച്ചിട്ട് ഉള്ള നാട്ടുകാരുടെ എല്ലാം പോയി കൈയും കാലം പിടിച്ചിട്ടാണ് അവസാനം വേറൊരു വഴിക്ക് ഞങ്ങളെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി അവർ അനുവദിച്ചത്. പറയൂ, എങ്ങനെ ഫ്ലൈറ്റ് കയറിയിട്ട് ഒന്നും പറയണ്ട. പാവം അലന്റെയും വിനായകന്റെ ലൈഫിലെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു ഇന്നത്തത്. ഇത് അവന്മാർ രണ്ടുപേരും ജീവിതത്തിൽ മറക്കാൻ പോകുന്നില്ല. അവന്മാർ മാത്രമല്ല കേട്ടോ, ഞങ്ങളും മറക്കാൻ പോകുന്നില്ല. ഈ ആകമൊത്തം ഈ ട്രിപ്പിൽ ഇത്രയും ടെൻഷൻ അടിച്ച് പോയ വേറെ ദിവസവും ഇല്ലായിരുന്നു. ടെൻഷൻ അടിക്കാൻ ശരിക്കും പറഞ്ഞ പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഞങ്ങളുടെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു ഈ ഫ്ലൈറ്റ് പോകാന്നുള്ളത്. ഈ ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റിന്റെ കാശും പോയി, അടുത്ത ഫ്ലൈറ്റ് പിടിച്ചു പോകണമെന്ന് പറഞ്ഞാൽ അവസാന നിമിഷത്തിൽ വേറെ ഫ്ലൈറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല ഫണ്ട് പോകും. എന്നാൽ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വിചാരിച്ചാലോ ആകമൊത്തോടെ ലീവ് എടുത്തിട്ടാണ് ഈ ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ കൊണ്ട് അതും നടക്കിയാൽ എന്നാൽ എല്ലാം പോട്ടെ, വല്ല ട്രെയിനിന് പിടിച്ചിട്ടാണെങ്കിലും തിരിച്ച് വരാലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ടിക്കറ്റ് കിട്ടാനും പാടായിരിക്കും. അതൊക്കെ പോട്ടെ, ഇത്ര സെറ്റപ്പിലിരുന്ന് ഫുഡ് കഴിക്കുന്നതിനായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇത് ഹൈദരാബാദിലെ എയർപോർട്ട് ലോഞ്ചാണ്. ഞങ്ങൾ ട്രിപ്പിന് പോരുന്നതിന് മുമ്പ് പ്ലാൻ ഇട്ട പ്രകാരം ഇന്നത്തെ ഡിന്നർ ഇവിടെ വെച്ചായിരുന്നു. മറ്റേ ക്രെഡിറ്റ് കാർഡിലേക്ക് ഓഫർ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് കയറിയത് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ഇരുന്നിട്ട് ഞങ്ങളുടെ എക്സ്പെക്ടഡ് വ്യത്യസ്ത റിയാലിറ്റി ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. അതായത് പ്ലാൻ ഇട്ട ഫണ്ടിൽ തന്നെ ഞങ്ങൾ ട്രിപ്പ് തീർന്നു എന്നുള്ളത്. ഞങ്ങൾക്ക് 4 പേർക്ക് ഇപ്പോൾ ഒരേ സാലറി ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ 1 മാസത്തെ സാലറി ആയിരുന്നു ഞങ്ങൾ ഈ മൊത്തം ട്രിപ്പിന് ബഡ്ജറ്റ് ആയിട്ട് ഇട്ടിരുന്നത്. ആ കാര്യത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്ത കറക്റ്റ് എമൗണ്ടിൽ ഞങ്ങൾ ട്രിപ്പ് തീർന്നു. ഈ ലേവർ ഇരിക്കുന്ന പരിപാടി അത്ര എളുപ്പമല്ല കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്നതാണ്. ഇന്ന് രാവിലെയാണ് നമുക്ക് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ്. അതുവരെ ഞങ്ങൾ ഓരോരോ കസേരകളിൽ മാറിയും തിരിഞ്ഞൊക്കെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. കാര്യം അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നേ. അവിടുന്ന് കയറി പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൊച്ചിയിലെത്തി. ഞങ്ങൾ തുടക്കത്തിൽ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഒരു ദിവസം റെസ്റ്റ് കിട്ടുന്ന രീതിയിലായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത്. അതായത് ശനിയാഴ്ച ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തി. നാളെ ഒരു ദിവസം ലീവ് ഉണ്ട്, ഞായറാഴ്ച. അപ്പോൾ പ്രോപ്പർലി റെസ്റ്റ് ഒക്കെ എടുത്ത് വീട്ടുകാരുടെ കഥയൊക്കെ പറഞ്ഞ് അലക്കാനിലൊക്കെ അലക്കിയൊക്കെ ഇട്ട് തിങ്കളാഴ്ച തിരിച്ച് ജോലിക്ക് കയറിയാൽ മതി. ഇങ്ങനത്തെ ലോങ് ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു റെസ്റ്റ് ഡേ വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.